അൺഫോർച്ചുനേറ്റായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. പാട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇദ്ദേഹം രാജ്യഭരണ കാര്യങ്ങളുടെ ആവശ്യത്തിന് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ള ആരോപണം വരും. രാജ്യത്തുള്ള ഓരോ പരിഷ്കാരങ്ങൾ ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇൻ്റർഫിയറൻസ് വരും. അങ്ങനെ ഒരുപാട് സഫർ ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ ആദി ശങ്കരനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ശങ്കരാചാര്യന്മാർ എയർ കണ്ടീഷൻഡ് സ്ട്രെച്ച് ലിമോസീനിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ ഒറിജിനൽ ആദി ശങ്കരാചാര്യർ ഇന്ത്യ മുഴുവനും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് ഇന്ത്യ മുഴുവനും പോവുകയും 4 സ്ഥലത്ത് ശങ്കര മഠങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 10, 30, 40 വയസ്സിനുള്ളിൽ. അങ്ങനെ പല ആൾക്കാരും വിവേകാനന്ദ സ്വാമി 40 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. പക്ഷെ ആ ചെറിയ പ്രായത്തിനുള്ളിൽ പോലും അവർ ചെയ്ത കാര്യങ്ങൾ അവർ മരിച്ചതിന് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അപൂർവമായ പ്രതിഭയും ഒരു മഹാപുരുഷനുമായിരുന്നു മഹാരാജാ സ്വാതി തിരുനാൾ. പക്ഷേ ശ്രീ ത്യാഗരാജ സ്വാമി മാതിരി സ്വാതി തിരുനാളിൻ്റെ ഒരു കണ്ടിന്യൂസ് ശിഷ്യ പരമ്പര ഇല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഉള്ള മഹാരാജാക്കന്മാരും പബ്ലിക്കിനും ഇതിൽ തീരെ ഇൻട്രസ്റ്റ് കുറഞ്ഞ് ഇതിൽ ഒരുപാട് കൃതികൾ മൺമറഞ്ഞു പോയി. 20ാം നൂറ്റാണ്ടിൽ അമ്മ മഹാറാണി സേതു പാർവതിബായി എന്നുള്ള ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റിലാണ് വീണ്ടും ഈ കീർത്തനങ്ങൾ പുനരുദ്ധരിച്ച് ഡോക്ടർ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ അദ്ദേഹം കേരളം മുഴുവനും സഞ്ചരിച്ച് പത്മനാഭസ്വാമി അമ്പലത്തിലെ നാദസ്വര വിദ്വാൻമാർ, നവരാത്രി മണ്ഡപത്തിൽ കച്ചേരി പാടുന്ന മുല്ലമൂട് ഭാഗവതരന്മാർ, പിന്നെ അന്യ റോയൽ ഫാമിലീസ്, ഇപ്പോൾ രാജാ രവിവർമ്മ ജനിച്ച കിളിമാനൂർ രാജകുടുംബം, ഹരിപ്പാട് രാജകുടുംബം, അനന്തപുരം, ഇങ്ങനെ ഓരോ റോയൽ ഫാമിലീസിൽ പോയി മഹാരാജാ സ്വാതി തിരുനാളിൻ്റെ അവൈലബിൾ കീർത്തനങ്ങളെല്ലാം കമ്പൈൽ ചെയ്ത് ഒരുപാട് കൃതികളുടെ സാഹിത്യം മാത്രം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിന് സംഗീതം അദ്ദേഹം തന്നെ കൊടുത്ത് അവസാന കാലം അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ വന്ന് അദ്ദേഹവും കുറേ കൃതികൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾക്കറിയില്ല, ഇന്ന് നമ്മൾ പാടുന്ന സ്വാതി കൃതികളുടെ എത്ര എണ്ണം ഒറിജിനൽ മഹാരാജാവിൻ്റെ ട്യൂൺസാണ്, ഏതൊക്കെയാണ് മുത്തയ്യ ഭാഗവതർ ട്യൂൺ ചെയ്തത്, ഏതൊക്കെയാണ് ചെമ്മാങ്കുടി ട്യൂൺ ചെയ്തത്, എല്ലാം ഒരു ഗ്രേ ഏരിയ ആയിട്ട് കിടക്കുകയാണ്. ഇവരാരും ഇന്ന കൃതി ഇതാണ്, ഇത് ഒറിജിനൽ ട്യൂണായിരുന്നു, ഇത് മുത്തയ്യ ഭാഗവതരാണ് ട്യൂൺ ചെയ്തതിൻ്റെ റെക്കോർഡ്സ് ഒന്നും അവർ വിട്ടിട്ടില്ല. അപ്പോൾ പക്ഷേ മഹാരാജാ സ്വാതി തിരുനാളിൻ്റെ പദവർണ്ണങ്ങൾ, അപ്പോൾ ഈ പദവർണ്ണങ്ങളുടെ പ്രത്യേകത അതിൽ ചിട്ടസ്വരവും കാണും, ഈ സ്വരത്തിന് സാഹിത്യവും കാണും. അതിൽ സ്വരാക്ഷരം എന്ന ഒരു പ്രയോഗം വളരെ ലാവിഷായിട്ട് മഹാരാജാ സ്വാതി തിരുനാൾ ചെയ്തിട്ടുണ്ട്. സ്വരാക്ഷരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടുന്ന സ്വരവും അതിൻ്റെ സാഹിത്യത്തിൻ്റെ അക്ഷരവും സെയിം ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹം സംഗീതം പോലെ നൃത്തത്തിൻ്റെയും ഒരു പേട്രനായിരുന്നു. നൃത്തത്തിനായിട്ട് ഒരുപാട് കോമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം നമ്മുടെ ഇന്ത്യൻ പൊയിട്രിയിൽ കാണുന്ന ഒരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ ഒരു നായകനെ ആഗ്രഹിച്ചിരിക്കുന്നു. മിക്കവാറും നായകൻ ശ്രീകൃഷ്ണ ഭഗവാനായിരിക്കും. അപ്പോൾ ചന്ദ്രനെ മോഹിച്ച് നിൽക്കുന്ന ചകോര പക്ഷി എന്നൊരു, മലയാളത്തിൽ ഇപ്പോൾ ഹിന്ദിയിൽ ചാന്ത് ചക്കോർ എന്ന് പറയും. അപ്പോൾ ഒരിക്കലും കിട്ടാത്ത ഒരു സാധനമാണ് ചന്ദ്രൻ. അതിനെ ആഗ്രഹിച്ച് ഇങ്ങനെ രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പക്ഷി എന്ന് നമ്മുടെ ഹിന്ദു മിത്തോളജിയിലുണ്ട്. ഇത് ആസ്പദമാക്കി മഹാരാജാവ് ഒരു ചെറിയ സ്വരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന നായികയോട് ശ്രീകൃഷ്ണൻ വാക്കുകൊണ്ട് ഐ ലവ് യു എന്നുള്ള രീതിയിൽ വർത്തമാനം പറയുന്നു. പക്ഷെ പ്രാവർത്തികമായിട്ട് ആള് അവൈലബിളേ അല്ല എന്നുള്ള ആരോപണം ഈ നായിക പരാതി പറയുകയാണ്. അപ്പം അതിൽ പറയുന്നത് മണിദർപ്പണ വിധുപാദ പര ഖഗ വിധ വിമതമയാപി മാ സാമാനി. അത് പറയുന്നത് ഒരു ചകോര പക്ഷിക്ക് ചന്ദ്രനെ വേണം. ചന്ദ്രനെ കൊടുക്കുന്നതിന് പകരം ഒരു കണ്ണാടിയിൽ ചന്ദ്രൻ്റെ ഇമേജ് കാണിച്ചാൽ ആ കണ്ണാടി നല്ല രത്നങ്ങൾ പതിപ്പിച്ച കണ്ണാടിയാണെങ്കിലും എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം അത് മനിദ പമ പദ പ ദ പമ ഗ മനിദ നിപദ മ പദ മ ഗ മനിദ എന്നാണ് അതിൻ്റെ സ്വരങ്ങൾ വരുന്നത്. അപ്പൊ ഈ മനിദ പമ എന്നുള്ള സ്വരത്തിന്
മണിദർപ്പണ. ഇപ്പൊ മണിദ ശരിക്ക് ഓരോ സ്വരവും അതേ സ്വരത്തിന് പറ്റിയ സാഹിത്യവും. മണിദർപ്പണ വിധുപാദ പരഖഗ വിധ വിമദമയ ഭീമ സാമാനിദ എന്നാണ് ഇതിൻ്റെ സാഹിത്യം വരുന്നത്. ഇതുമാതിരി ഒരുപാട് കോമ്പോസിഷൻസിൽ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ലിറിക്കൽ ചേർന്നുള്ള ജീനിയസിന് മാതൃകകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കോമ്പോസിഷൻ ട്യൂൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരാക്ഷര പ്രയോഗം മനസ്സിൽ വെച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയാൽ ആ ഒറിജിനൽ ട്യൂൺ കിട്ടാൻ കുറച്ചുകൂടെ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ 21-ാം നൂറ്റാണ്ടായെങ്കിലും ഹിന്ദുക്കളുടെ ഇടയിൽ വിഷ്ണു ഭക്തര് ശിവഭക്തര് 2 സെറ്റായിട്ട്, മുസ്ലിംസിൻ്റെ ഇടയിൽ സുന്നി ഷിയ 2 സെറ്റ്, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ കാത്തലിക് പ്രൊട്ടസ്റ്റന്റ് അത് 2 സെറ്റ്. ഇന്ത്യയിലെ ക്ലാസിക്കൽ മ്യൂസിക് ഹിന്ദുസ്ഥാനി വേറെ കർണാട്ടിക് വേറെ. അപ്പം ഞാൻ കർണാട്ടിക് മ്യൂസിക് ചെമ്മാങ്കുടി പാരമ്പര്യത്തിൽ ഒരുപാട് വർഷം പഠിച്ചതിന് ശേഷമാണ് ബാലമുരളി സാറിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ ഈ